അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന അയോണൈസേഷൻ എൻതാൽപ്പിയാണ്. വാട്ട് ഡു യു മീൻ ബൈ അയോണൈസേഷൻ എൻതാൽപ്പി? Ionization enthalpy is the minimum energy required to remove most loosely bound valence electron from an isolated gaseous atom to form its cation. So it is a minimum amount of energy required to remove the most loosely bound valence electron from an isolated gaseous atom so as to convert that atom into gaseous cation. So that is called the ionization enthalpy. It is energy. So in chemistry, energy is expressed in kilojoule per mole. Unit of ionization enthalpy is kilojoule per mole. So it is energy. Energy we can apply in any form. ഇപ്പോൾ ഹീറ്റ് എനർജി തന്നെ വേണമെന്നില്ല, നമുക്ക് ലൈറ്റ് എനർജിയോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അയണൈസേഷൻ നടക്കുന്നില്ലേ, അത് ലൈറ്റ് എനർജി ഉപയോഗിച്ചത്. ഇനി വേണമെങ്കിൽ കറണ്ട് ഉപയോഗിക്കാം. കറണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ IP എന്നൊരു വാക്ക് കൊടുത്തിരിക്കുന്നത്, അയോണൈസേഷൻ പൊട്ടൻഷ്യൽ. കൂടുതൽ പുസ്തകങ്ങളിനകത്ത് അയോണൈസേഷൻ പൊട്ടൻഷ്യൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയോണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, മിനിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ എ ഡിസ്ചാർജ് ട്യൂബ് required to remove most loosely bound valence electron from isolated gaseous atom to form its gaseous cation. അപ്പോൾ അത് കറണ്ടാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കറണ്ട് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോൺ വോൾട്ടാണ്. യൂണിറ്റ് ഓഫ് അയോണൈസേഷൻ എൻതാൽപ്പി ഈസ് ഈക്വൽ ടു കിലോജൂൾ പെർ മോൾ, whereas യൂണിറ്റ് ഓഫ് അയോണൈസേഷൻ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 1 ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ വോൾട്ട് ആക്ച്വലി 1 ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം എന്ന് പറഞ്ഞാൽ 96.49 കിലോജൂൾ പെർ മോളാണ്. 96.49 കിലോജൂൾ പെർ മോളാണ് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൺവേർഷൻ ഫാക്ടർ ഉണ്ട്, അപ്പോൾ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഫസ്റ്റ് അയണൈസേഷൻ മാത്രമല്ല, സെക്കൻഡ് അയണൈസേഷൻ, തേർഡ് അയണൈസാൽപ്പി പോലുള്ള അയണൈസേഷൻ എൻതാൽപ്പീസ്, കണ്ടിന്യൂസ് അയണൈസാൽപ്പീസ് ഉണ്ട്. ഫസ്റ്റ് അയണൈസാൽപ്പി IE1, സെക്കൻഡ് അയണൈസാൽപ്പി IE2, തേർഡ് അയണൈസാൽപ്പി IE3 എക്സെട്ര, അങ്ങനെ പോകുന്നുണ്ട്. അയണൈസ് എൻതാൽപ്പി I എന്ന് കൊടുക്കാറുണ്ട്, അത് എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ഡെൽറ്റ IH, ദാറ്റ് ഈസ് ദ ഒഫീഷ്യൽ സിമ്പൽ ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ഫസ്റ്റ് അയണൈസാൽപ്പി, സെക്കൻഡ് അയണൈസാൽപ്പി, തേർഡ് അയണൈസാൽപ്പി നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ വേരിയേഷൻ? ആദ്യത്തെ ഇലക്ട്രോണിനെ കളയാൻ വേണ്ട എനർജി, രണ്ടാമത്തെ ഇലക്ട്രോണിനെ കളയാൻ വേണ്ട എനർജി, മൂന്നാമത്തെ ഇലക്ട്രോണിനെ കളയാൻ വേണ്ട എനർജി. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഓരോ ഇലക്ട്രോൺ പോകുമ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് കൂടുമല്ലേ? ഒരു ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് കൂടി, നെഗറ്റീവ് ചാർജ് കുറഞ്ഞു. അപ്പോൾ റിമൈനിങ് ഇലക്ട്രോൺസ് ആർ മോർ ബൗണ്ട് ടു ദ ന്യൂക്ലിയസ്. ഇനി രണ്ടാമത്തെ ഇലക്ട്രോൺ കളയാൻ പിന്നെയും കൂടുതൽ എനർജി വേണം. ഇനി രണ്ടാമത്തെ ഇലക്ട്രോൺ എങ്ങനെയും കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് 2 പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ മൂന്നാമത്തെ ഇലക്ട്രോണിനെ കളയാൻ കൂടുതൽ എനർജി വേണ്ടി വരും. അപ്പോൾ നമുക്ക് ജനറലി വി ക്യാൻ സേ ദാറ്റ് അയോണൈസേഷൻ എൻതാൽപ്പീസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എക്സെട്ര അയോണൈസേഷൻ എൻതാൽപ്പീസ് ഇൻ ദ ഓർഡർ IE1 ലെസ് ദാൻ, IE2 ലെസ് ദാൻ, IE3 ലെസ് ദാൻ എക്സെട്ര എന്നായിരിക്കും ഓർഡർ ഓഫ് അയോണൈസേഷൻ എൻതാൽപ്പീസ്. ഓക്കെ, അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണെ കളയാൻ. അപ്പോൾ ഇലക്ട്രോണെ കളയുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് കൂടുക എന്നും കൂടെ അർത്ഥമുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഇലക്ട്രോണെ ന്യൂക്ലിയസ് വളരെ ടൈറ്റായിട്ട് പിടിച്ചു വെക്കും. യൂണിറ്റ് നമ്മൾ പറഞ്ഞു. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയോണൈസേഷൻ എൻതാൽപ്പി? ഫസ്റ്റ് ഫാക്ടർ ഈസ് ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ ഇലക്ട്രോൺസിന് ന്യൂക്ലിയസ് ടൈറ്റായിട്ട് പിടിച്ചു വെക്കും. അപ്പോൾ ഇലക്ട്രോണെ കളയാൻ ബുദ്ധിമുട്ടാണ്. സോ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ അയോണൈസേഷൻ എൻതാൽപ്പി കൂടും. അറ്റോമിക് സൈസ് കൂടിയാൽ വാലൻസ് ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് വെളിയിലേക്ക് പോകും, മാറിപ്പോകും, ദൂരെ പോകും. അപ്പോൾ എളുപ്പം ഇലക്ട്രോണെ കളയാൻ പറ്റും. So atomic size is inversely proportional to ionization enthalpy. Then penetration effect of electron. അതായത് ഈ ഓർബിറ്റലിനകത്ത് ഇരിക്കുന്ന ഇലക്ട്രോണിന് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നുഴഞ്ഞു കയറാൻ അല്ലെങ്കിൽ പെനട്രേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതിപ്പോൾ ഓർഡർ പറഞ്ഞാൽ S ഓർബിറ്റ് ഇലക്ട്രോൺ ഗ്രേറ്റർ ദാൻ, P ഓർബിറ്റ് ഇലക്ട്രോൺ ഗ്രേറ്റർ ദാൻ, D ഓർബിറ്റ് ഇലക്ട്രോൺ ഗ്രേറ്റർ ദാൻ, F ഓർബിറ്റ് ഇലക്ട്രോൺ എന്നാണ് പെനട്രേഷൻ എഫക്റ്റ്. അപ്പോൾ പെനട്രേഷൻ എഫക്റ്റ് കൂടിയ ഓർബിറ്റിനകത്ത് ഇരിക്കുന്ന ഇലക്ട്രോൺ ആണ് എങ്കിൽ അവൻ കൂടുതൽ ന്യൂക്ലിയസിലേക്ക് അട്രാക്ട് ചെയ്യും, അവിടുന്ന് ഇലക്ട്രോണിനെ കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ പെനട്രേഷൻ എഫക്റ്റ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അയോണൈസേഷൻ എൻതാൽപ്പി.
ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അയോണൈസ് എൽപി ഓഫ് ബെറിലിയം ആൻഡ് ബോറോൺ. ബെറിലിയം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1:2:2. ബോറോൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1:2:2:2, 2p1. സോ ബോറോണിൻ്റെ ഇലക്ട്രോണിനെ പോകാൻ എളുപ്പമാണ്, ബെറിലിയത്തിൽ നിന്ന് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? ഫസ്റ്റ് അയണൈസ് എൽപി ഓഫ് ബെറിലിയം ഗ്രേറ്റർ ദാൻ ബോറോൺ. വാട്ട് ഈസ് ദ റീസൺ? രണ്ട് റീസൺ വേണേൽ പറയാം. ഒരു എസ് ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡാണ്, ആകെ 2 ഇലക്ട്രോണേ പറ്റുള്ളൂ, ആ 2 ഇലക്ട്രോണും ഉണ്ട്. മറ്റൊന്ന് പറയേണ്ടത് എസ് ഓർബിറ്റലിൻ്റെ പെനട്രേറ്റിംഗ് എഫക്റ്റ്. എസ് ഓർബിറ്റൽ സ്പെറിക്കൽ ഷേപ്പാണ്, അതുകൊണ്ട് ന്യൂക്ലിയസിനകത്ത് ഒരാൾ നിൽക്കുകയാണെങ്കിൽ എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും കാണാൻ പറ്റുന്ന ഓർബിറ്റലാണ് എസ് ഓർബിറ്റൽ ഇലക്ട്രോൺ. അതിനകത്ത് ഇരിക്കുന്ന ഇലക്ട്രോൺ ന്യൂക്ലിയസിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്യും, അതുകൊണ്ട് നുഴഞ്ഞു കയറാൻ താല്പര്യമുണ്ട്. ന്യൂക്ലിയർ അട്രാക്ഷൻ കൂടുതലാണ്. സോ പെനട്രേഷൻ എഫക്റ്റ് കൂടിയാൽ അയണൈസ് എൽപി കൂടുതൽ, ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. പിന്നെ സ്ക്രീനിങ് എഫക്റ്റ് ഓഫ് ഇന്നർ ഇലക്ട്രോൺ. സ്ക്രീനിങ് എഫക്റ്റ് ഓഫ് ഇന്നർ ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ അകത്തെ ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണിനെ ന്യൂക്ലിയർ ചാർജ് ഇങ്ങനെ മറച്ചു പിടിക്കും. സോ സ്ക്രീനിങ് എഫക്റ്റ് ഓഫ് ഇന്നർ ഇലക്ട്രോൺ, സ്ക്രീനിങ് എഫക്റ്റ് കൂടുതലാണ് എങ്കിൽ വാലൻസ് ഷെല്ലിൽ വരുന്ന മിച്ചം ന്യൂക്ലിയർ ചാർജ് കുറവായിരിക്കും. അതായത് മിച്ചം ന്യൂക്ലിയർ ചാർജിന് വിളിക്കുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. സോ സ്ക്രീനിങ് എഫക്റ്റ് ഓഫ് ഇന്നർ ഇലക്ട്രോൺ ഈസ് വെരി ലാർജ്, ദെൻ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് വിൽ ബി വെരി ലെസ്. ഓക്കെ, വെരി ലെസ്. ആസ് എ റിസൾട്ട് ഇലക്ട്രോൺ ക്യാൻ ഈസിലി ഗോ അവേ. സോ അയണൈസ് എൽപി കുറവായിരിക്കും. സോ സ്ക്രീനിങ് എഫക്റ്റ് ഓഫ് ഇന്നർ ഇലക്ട്രോൺ ഹയർ, സോ ഇലക്ട്രോൺ വിൽ ബി അയണൈസ് എൽപി വിൽ ബി ലെസ്. ഇലക്ട്രോൺ ക്യാൻ ഈസിലി റിമൂവ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, സ്റ്റെബിലിറ്റി ഓഫ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സ്റ്റെബിലിറ്റി ഓഫ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആണ് എങ്കിൽ അയണൈസ് എൽപി കൂടുതലായിരിക്കും, അവിടുന്ന് ഇലക്ട്രോണെ കളയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് സീരീസ് എടുക്കുകയാണെങ്കിൽ നൈട്രജനും ഓക്സിജനും. നൈട്രജൻ്റെ ഫസ്റ്റ് അയണൈസ് എൽപി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നൈട്രജൻ ഗ്രേറ്റർ ദാൻ ഓക്സിജനും, സെക്കൻഡ് അയണൈസ് എൽപി ഓക്സിജൻ ഗ്രേറ്റർ ദാൻ നൈട്രജനുമാണ്. കാരണം നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹാഫ് ഫിൽഡ് പി ഓർബിറ്റിലാണ്, ഓക്സിജൻ്റെ ആണെങ്കിൽ P4 ആണ്. പി ഓർബിറ്റിനകത്ത് 4 ഇലക്ട്രോൺ ഉണ്ട്. സോ ആദ്യത്തെ ഇലക്ട്രോണിനെ കളയാൻ നൈട്രജനിൽ നിന്ന് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഹാഫ് ഫിൽഡ് സ്റ്റേബിളിൽ നിന്നാണ് പോകേണ്ടത്. പക്ഷേ രണ്ടാമത്തെ ഇലക്ട്രോണിനെ കളയാൻ നൈട്രജനിൽ നിന്ന് എളുപ്പമാണ്, പക്ഷേ ഓക്സിജനിൽ നിന്ന് ബുദ്ധിമുട്ടാണ്. കാരണം ആദ്യത്തെ ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ ഓക്സിജൻ ഹാഫ് ഫിൽഡ് ആവും, അവിടെ നിന്ന് പോകാൻ, അതായത് രണ്ടാമത്തെ ഇലക്ട്രോണിനെ കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ്: ന്യൂക്ലിയർ ചാർജ്, അറ്റോമിക് സൈസ്, പെനട്രേഷൻ എഫക്റ്റ് ഓഫ് ഇലക്ട്രോൺസ്, സ്ക്രീനിങ് എഫക്റ്റ് ഓഫ് ഇന്നർ ഇലക്ട്രോൺ, കംപ്ലീറ്റ്ലി ആൻഡ് ഹാഫ് ഫിൽഡ്, സ്റ്റെബിലിറ്റി ഓഫ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയോണൈസേഷൻ എൻതാൽപ്പി. പിന്നെ അയണൈസ് എൻതാൽപ്പി അബ്നോർമൽ ആയിട്ടുള്ള ട്രെൻഡുകളുണ്ട്. ഈ ലാന്തനോട് കോൺട്രാക്ഷൻ്റെ കാര്യം ഇവിടെയും പറയാനുണ്ട്. ഈ ലാന്തനോട് കോൺട്രാക്ഷൻ കാരണം ഈ 5D സീരീസിൻ്റെ അയണൈസ് എൽപിയാണ് നമ്മുടെ 3D സീരീസിനേക്കാളും 4D സീരീസിനേക്കാളും കൂടുതൽ. പറഞ്ഞ് മനസ്സിലായി. അതിന് കാരണം വെച്ചാൽ ലാന്തനോട് കോൺട്രാക്ഷൻ. അതുപോലെ തന്നെ നമ്മുടെ 3 സീരീസ്, നമ്മുടെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് 1, 2, 3 സീരീസ്, 4ാമത് നമ്മൾ പറയാറില്ല, ഹൈലി റേഡിയോ ആക്റ്റീവാണ്. അപ്പോൾ 3 സീരീസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അയണൈസ് എൽപി ഉള്ള എലമെൻ്റ് ആരാ? മെർക്കുറിയാണ്. മെർക്കുറിയുടെ പ്രത്യേകത തന്നെ, മെർക്കുറി കംപ്ലീറ്റ്ലി ബിൽഡ് 4f ഓർബിറ്റൽ, കംപ്ലീറ്റ്ലി ബിൽഡ് 5D ഓർബിറ്റൽ. സോ ഷീൽഡിംഗ് എഫക്റ്റ് ഈസ് വെരി ലെസ്, 6s2 electron getting maximum nuclear charge. So transition element with the highest ionized enthalpy is mercury. Okay, ഇനി നമുക്ക് വേരിയേഷൻ നോക്കാം. വേരിയേഷൻ ഓഫ് ionized enthalpy along a period down the group, along a period down the group 2 down the group. Along the period na ionization enthalpy increases. കാരണം എന്താ? കാരണം നമ്മൾ മുമ്പേ പറഞ്ഞു സൈസ് കുറയുകയാണ്, ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ്. സൈസ് കുറയുകയും ന്യൂക്ലിയർ ചാർജ് കൂടുകയും ചെയ്യും. അപ്പോൾ ഈ 2 എഫക്റ്റും ചേർത്തിട്ടുണ്ട് അയണൈസ് എൽപി കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പീരിയോഡിക് ടേബിളിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് അയണൈസ് എൽപി ഉള്ള എലമെൻ്റ് ഏതാ? അത് നോബിൾ ഗ്യാസ്. അവിടെ നമുക്ക് നോബിൾ ഗ്യാസിനെ ഉൾപ്പെടുത്താം. അയണൈസ് എൽപി അല്ലേ, അത് പിന്നെ എല്ലാ എലമെൻസിനെയും ഉൾപ്പെടുത്താമല്ലോ. അപ്പം ഔട്ട് ഓഫ് ഇൻ എ പീരീഡ് ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി, ഹയസ്റ്റ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ഫോർ നോബിൾ ഗ്യാസസ്, നോബിൾ ഗ്യാസ് ഓർ ഗ്രൂപ്പ് 18. ലോവസ്റ്റ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ഫോർ ഗ്രൂപ്പ് 1 elements. Highest for group 18 because stable configuration, it is difficult to remove electron. The lowest ionized enthalpy group 1 because after removing first electron they acquire noble gas configuration.
അതാണ് പീരീഡിലേക്ക് നമുക്ക് പറയുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടെ കമ്പയർ ചെയ്യാം. സെക്കൻഡ് അയണൈസാൽപ്പി ഏറ്റവും ഹയസ്റ്റ് ആർക്കാണ്? രണ്ടാമത്തെ ഇലക്ട്രോൺ കളയാൻ ഏറ്റവും ബുദ്ധിമുട്ട് ഒരു പീരീഡിൽ ആർക്കായിരിക്കും? അത് ഗ്രൂപ്പ് 1 എലമെൻസിനാണ്. കാരണം രണ്ടാമത്തെ ഇലക്ട്രോൺ പോകേണ്ടത് ഒന്ന് അവർ പോസിറ്റീവ് ചാർജ് അയോണായി, രണ്ടാമത്തെ ഇലക്ട്രോൺ പോകേണ്ടത് സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനിൽ നിന്ന്. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. സോ സെക്കൻഡ് അയണൈസാൽപ്പി ഹയസ്റ്റ് ഇൻ എ പീരീഡ് ഫോർ ഗ്രൂപ്പ് 1 മെറ്റൽ, ലോവസ്റ്റ് ഇൻ എ പീരീഡ് ഫോർ ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഓർ ഗ്രൂപ്പ് 2 എലമെൻറ്റ്സ്. കാരണം രണ്ടാമത്തെ ഇലക്ട്രോൺ അവരുടെ പോയാൽ നോബിൾ ഗ്യാസ് കിട്ടും, നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടും. സോ ദാറ്റ് ഈസ് ആൻസർ. ഓക്കെ, then down the group ionized enthalpy decreases due to increase in size. Down the group ionized enthalpy decreases, കുറഞ്ഞു വരുന്നു, ഡ്യൂ ടു ഇൻക്രീസ് ഇൻ സൈസ് കൂടുകയാണ്. അപ്പം ന്യൂക്ലിയസിൻ്റെ സെൻറ്റർ തൊട്ട് ലാസ്റ്റ് ഇലക്ട്രോൺ വരെയുള്ള ഡിസ്റ്റൻസ് കൂടുക ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഇലക്ട്രോണിനെ കളയാൻ ബുദ്ധിമുട്ടാണ്, ഇലക്ട്രോണിനെ കളയാൻ എളുപ്പമാണ്. അപ്പോൾ താഴോട്ട് വരുന്തോറും ഇലക്ട്രോണിനെ കളയാൻ എളുപ്പമാണ്. സൈസ് കൂടുമ്പോഴേക്കും ന്യൂക്ലിയസ് തൊട്ട് ലാസ്റ്റ് ഇലക്ട്രോൺ പെർ ഡിസ്റ്റൻസ് കൂടുന്നു, അപ്പോൾ അട്രാക്ഷൻ കുറയുന്നു, ഇലക്ട്രോണിനെ എളുപ്പം കളയും, അയണൈസാൽപ്പി കുറയുന്നു ഡൗൺ ദ ഗ്രൂപ്പ്. ഇനി അതിൽ തന്നെ ചില അബ്നോർമാലിറ്റീസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ഗ്രൂപ്പ് 13 നോക്കുകയാണെങ്കിൽ അയണൈസാൽപ്പി ബോറോൺ ഗ്രേറ്റർ ദാൻ അലൂമിനിയം ബട്ട് അലൂമിനിയം ലെസ് ദാൻ ഗാലിയം, ഗാലിയം ഗ്രേറ്റർ ദാൻ ഇൻഡിയം ബട്ട് ഇൻഡിയം ലെസ് ദാൻ താലിയം. എന്നൊരു അബ്നോർമാലിറ്റി നിങ്ങൾ ഗ്രൂപ്പ് 13 കാണാൻ പറ്റും. കാരണം അവരുടെ സൈസിൻ്റെ വ്യത്യാസവും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, അങ്ങനെ ചില ഗ്രൂപ്പുകൾ അങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഇനി പീരിയോഡിക് ടേബിളിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് അയണൈസേഷൻ താല്പര്യമുള്ള എലമെൻ്റ് ഏതാണ്? ഫസ്റ്റ് അയണൈസാൽപ്പി ഏറ്റവും ഹയസ്റ്റ്. നമുക്കറിയാം എലോങ് എ പീരീഡ് ഇൻക്രീസ് ചെയ്യുന്നു, ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീരിയോഡിക് ടേബിൾ വലത് സൈഡിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന എലമെൻ്റാണ് മാക്സിമം അയണൈസാൽപ്പി. അത് ഹീലിയമാണ്. 2372 കിലോ ജൂൾ പെർ മോളാണ് ഒരു മോൾ ഹീലിയത്തിൽ നിന്ന് ഒരു മോൾ ഇലക്ട്രോണിനെ കളയാൻ വേണ്ട എനർജി, ഫസ്റ്റ് അയണൈസാൽപ്പി. ഇനി ഏറ്റവും ലോവസ്റ്റ് അയണൈസാൽപ്പി ആർക്കാണെന്നറിയാമോ? അത് നമ്മൾ പുറകോട്ട് ഇതേപോലെ തന്നെ തിരിക്കണം. ഇടത്തോട്ട് വരുമ്പോഴേക്കും അയണൈസാൽപ്പി കുറയും, താഴോട്ട് വരുമ്പോൾ പിന്നെയും കുറയും. അപ്പോൾ ഇടതുവശത്ത് ഏറ്റവും താഴെ കിടക്കുന്ന എലമെൻറ്റ് അതാരാ? സീഷ്യം ഫ്രാൻഷ്യമാണ്. നമ്മൾ ഫ്രാൻഷ്യം റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് സീഷ്യം പറയാറുണ്ട്, എങ്കിലും ഫ്രാൻഷ്യം പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അപ്പോൾ ലോവസ്റ്റ് അയണൈസാൽപ്പി ഇൻ ദ പീരിയോഡിക് ടേബിൾ ഈസ് ഫ്രാൻഷ്യം, ഹയസ്റ്റ് അയണൈസാൽപ്പി ഇൻ ദ പീരിയോഡിക് ടേബിൾ ഈസ് ഹീലിയം. ഓക്കെ, അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ആ വേരിയേഷൻ അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് ഈസ് അബൌട്ട് അയണൈസേഷൻ താല്പര്യം. ദെൻ കമ്മിങ് ടു ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് ചില പുസ്തകങ്ങളിൽ കാണപ്പെടുന്ന ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. നാലാമത്തത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. നമ്മൾ EGE എന്ന എളുപ്പത്തിന് വേണ്ടി ഡെൽറ്റ EGH എന്ന് ഒഫീഷ്യലായിട്ടും പറയാറുണ്ട്. ഡെൽറ്റ EGH. ഓക്കെ, അങ്ങനെ നമ്മൾ പറയാറുണ്ട്, ഒഫീഷ്യലായിട്ടുള്ള അങ്ങനെയാണ്. ഓക്കെ, സോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം ആൻ ആറ്റം. അപ്പോൾ ഇലക്ട്രോണിനെ കളയാൻ അബ്സോർബ് ചെയ്യുന്ന എനർജി, ഇത് തിരിച്ചാണ് ഇലക്ട്രോണിനെ മേടിക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി, ദെയർ ഓപ്പോസിറ്റ്. So electron gain enthalpy is defined as the energy released when a neutral isolated gaseous atom accepts an electron to form gaseous anion. അപ്പോൾ ആനയോണാണ് ഫോം ചെയ്യുന്നത്. ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ കാറ്റയോണും, ഇലക്ട്രോൺ മേടിച്ച് കഴിയുമ്പോൾ ആനയോൺ. ആനയോണാണ് ഫോം, ഗേഷ്യസ് ആനയോൺ. സോ it is a amount of energy released when an isolated neutral gaseous atom accepts an electron, an extra electron to form gaseous anion. ഇതിൻ്റെ യൂണിറ്റും നമ്മൾ എന്താ പറയുന്നത്? യൂണിറ്റ് കിലോ ജൂൾ പെർ മോൾ തന്നെ, കാരണം ഇത് എനർജി തന്നെയാണ്. കിലോ ജൂൾ പെർ മോളോ അല്ലെങ്കിൽ ഇലക്ട്രോൺ വോൾട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, നോ പ്രോബ്ലം. കൺവേർഷൻ ഫാക്ടർ ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് സാധിക്കും. ഇനി ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ചിലവരുടെ കേസിൽ പോസിറ്റീവാണ്. അപ്പോൾ എനർജി റിലീസ്ഡ് എന്ന് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് തന്നെ ഇത് നെഗറ്റീവ് വാല്യൂ. പക്ഷേ ആദ്യത്തെ ഇലക്ട്രോൺ മേടിക്കുമ്പോൾ ചിലവന്മാർ എന്താണെന്ന് പറയുക, എനർജി അബ്സോർബ് ചെയ്യുന്നത് ഞാൻ അൺസ്റ്റേബിൾ. അതിൽ ഏറ്റവും നമ്പർ 1 ആൾക്കാർ നോബിൾ ഗ്യാസസാണ്. നോബിൾ ഗ്യാസ് ഇലക്ട്രോണിനെ മേടിക്കുകയുമില്ല, ഇലക്ട്രോണിനെ കൊടുക്കുകയുമില്ല, അല്ലേ? അതുകൊണ്ട് തന്നെ നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇലക്ട്രോണിനെ മേടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഹൈലി പോസിറ്റീവ് ആയിരിക്കും, അൺസ്റ്റേബിളാണ്. കാരണം അവരുടെ ആ ഓർബിറ്റിനകത്തൊന്നും ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. NS2 NP6 ഒക്ടറ്റ് അല്ലേ. അവരുടെ ആ പുതുതായിട്ടൊരു ഇലക്ട്രോൺ വന്നാൽ അടുത്ത ഓർബിറ്റിനകത്തേക്ക് പോകണം. അപ്പോൾ എനർജി അബ്സോർബ് ചെയ്യണം, അവനെ കൊണ്ടുവന്ന് അടുത്ത ഓർബിറ്റിൽ കൊണ്ട് ഇരുത്തണ്ടേ പുതുതായിട്ട് വരുന്ന ഇലക്ട്രോണിനെ. അതാ പ്രശ്നം. ഇപ്പോൾ നോബിൾ ഗ്യാസസിന് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്, ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. പിന്നെയുള്ള 2-3 എലമെൻറ്റ്സ് ആണ്. ഒന്ന് നമ്മുടെ നൈട്രജൻ, പിന്നെ ബെറിലിയം മഗ്നീഷ്യം. നൈട്രജന്, ബെറിലിയം മഗ്നീഷ്യം. ബെറിലിയം മഗ്നീഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാർക്ക് 3 പേർക്കും സ്മോൾ സൈസാണ്. ഇലക്ട്രോൺ വരുമ്പോഴേക്കും റിപ്പൾഷൻ കൂടും. ഓക്കെ, ഇപ്പം നൈട്രോജൻ്റെ കേസിലാണെങ്കിൽ നൈട്രജൻ ഒഴികെ ബാക്കിയുള്ള ആ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് എല്ലാം നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. നൈട്രജൻ ഒഴികെ ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റ്സിനും. പിന്നെന്താ നൈട്രജന് പ്രശ്നം? നൈട്രജൻ ചെറിയ സൈസ്, അപ്പോൾ ഇലക്ട്രോൺ വരുമ്പോൾ റിപ്പൾഷൻ കൂടും. ബെറിലിയം ചെറിയ സൈസാണ്, മഗ്നീഷ്യം താരതമ്യേന ചെറിയ സൈസാണ്, ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടും. റിപ്പൾഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ എന്താണ്? അൺസ്റ്റേബിളായിട്ട് മാറും. സോ എക്സെപ്റ്റ് നൈട്രജൻ, ബെറിലിയം, മഗ്നീഷ്യം ആൻഡ് നോബിൾ ഗ്യാസസ്, ഓൾ അതർ എലമെൻറ്റ്സ് ഹാവ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പ്രത്യേകം പറഞ്ഞു. ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആദ്യത്തെ ഇലക്ട്രോണിനെ മേടിക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി. ഇനി സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എല്ലാ എലമെൻറ്റ്സിനും പോസിറ്റീവ് ആയിരിക്കും. എന്താ കാര്യം? ഒരു ഇലക്ട്രോണിനെ മേടിക്കുമ്പോൾ തന്നെ റിപ്പൾഷൻ കൂടാൻ തുടങ്ങും. അതിനകത്തുള്ള ഇലക്ട്രോൺ അല്ല, പുതുതായിട്ട് എക്സ്ട്രാ ഇലക്ട്രോണാണ് മേടിക്കുന്നത്, അപ്പോൾ റിപ്പൾഷൻ കൂടാൻ തുടങ്ങും. അതിൻ്റെ കൂടെ പുതിയ രണ്ടാമതൊരു ഇലക്ട്രോൺ കൂടെ വരുമ്പോൾ റിപ്പൾഷൻ മാക്സിമം. മൂന്നാമത്തെ ഇലക്ട്രോണിനെ പറ്റി ആലോചിക്കുകയേ വേണ്ട. ഇപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവ് ഓർ പോസിറ്റീവ്, പക്ഷേ സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്സിജൻ തന്നെ നമുക്ക് എടുക്കാം. ഓക്സിജൻ ഒരു ഇലക്ട്രോണിനെ മേടിക്കുകയാണെങ്കിൽ O- ഗേഷ്യസ് സ്റ്റേറ്റിൽ EgE1 ഫസ്റ്റ് അയണൈസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ -141 കിലോ ജൂൾ പെർ മോളാണ്. -141 കിലോ ജൂൾ പെർ മോളാണ്. ഇനി രണ്ടാമത്തെ ഇലക്ട്രോൺ O- പ്ലസ് ഇലക്ട്രോൺ ഗീവ് O2-. സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി EgE2 + 781 കിലോ ജൂൾ പെർ മോൾ. ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഒരു ചെറിയ വാല്യൂ, അത് നെഗറ്റീവാണ്, എനർജി റിലീസ് ചെയ്യുകയാണ്, സ്റ്റേബിളാണ്, സമ്മതിച്ചു. പക്ഷേ സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വളരെ ഹൈ പോസിറ്റീവ് വാല്യൂ. വാട്ട് ഈസ് ദ മീനിങ്? സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ അതും കൂടെ രണ്ടാമത്തെ ഇലക്ട്രോണിൽ വരും, റിപ്പൾഷൻ കണ്ടമാനം കൂടും. അപ്പോൾ എനർജി ഹൈലി അൺസ്റ്റേബിൾ ആകും, അപ്പോൾ എനർജി അബ്സോർബ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഭൂമിയിൽ കാണപ്പെടുന്ന കൂടുതൽ ഓക്സൈഡും O2- അയോണിക് ഓക്സൈഡ് എല്ലാം തന്നെ O2-, O- ഇല്ല. അതിന് അങ്ങനെ ഒരു കാര്യം, അതായത് ഈ O2- എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മെറ്റൽ ഓക്സൈഡും ഉണ്ട്, നോൺ മെറ്റാലിക് ഓക്സൈഡും ഉണ്ട്. നോൺ മെറ്റാലിക് ഓക്സൈഡ് നോക്കേണ്ട ആവശ്യമില്ല, അതിനകത്ത് കോവാലൻ്റ് ബോണ്ടാണ്, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അങ്ങനെയൊക്കെ ഉള്ളതൊന്ന്. അയോണിക് ബോണ്ട് ഉള്ളവരെ കൺസിഡർ ചെയ്താൽ മതി. അയോണിക് അതല്ലേ O2- അയോണല്ലേ. അപ്പം സോഡിയം ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ് ഒക്കെ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അയോണിക് ഇൻ നേച്ചർ. അപ്പോൾ ഈ മെറ്റാലിക് ഓക്സൈഡ്സിൻ്റെ ലാറ്റിസ് ഉണ്ടാക്കുന്നത് ഈ ഓക്സൈഡ് അയോണിനെ വെച്ചാണ്. മെറ്റാലിക് ഓക്സൈഡിൻ്റെ ലാറ്റിസ് ഉണ്ടാക്കുന്ന ഓക്സൈഡ് അയോണിനെ വെച്ചാണ്. അപ്പോൾ ഈ ഓക്സൈഡ് അയോൺ ലാറ്റിസ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇവൻ്റെ സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിനെ അവിടെ അങ്ങ് കോമ്പൻസേറ്റ് ചെയ്യും. സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് O2- ഈസ് വെരി ലാർജ് പോസിറ്റീവ് വാല്യൂ, ബട്ട് സ്റ്റിൽ ഇറ്റ് ഫോം ലാർജ് നമ്പർ ഓഫ് മെറ്റൽ ഓക്സൈഡ്, അയോണിക് ഓക്സൈഡ്. What is the reason? The lattice enthalpy released during the formation of a metal oxide compensate the second electron gain enthalpy. Okay. ഇനി ഇലക്ട്രോൺ അഫിനിറ്റി എന്ന ടൈം, ഇലക്ട്രോൺ അഫിനിറ്റി പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ടൈമാണ് ഇലക്ട്രോൺ അഫിനിറ്റി. AE എന്ന് വല്ലതും കൊടുക്കാം താഴെ, ഇലക്ട്രോൺ അഫിനിറ്റി മൈനസ് കൊടുക്കുക, ഇലക്ട്രോൺ അഫിനിറ്റി. ആക്ച്വലി ഇലക്ട്രോൺ അഫിനിറ്റിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷേ എങ്കിലും വാല്യൂവിൽ ഒരു ചെറിയ വ്യത്യാസം കാരണമാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി EgE or delta EgHI is equal to minus electron affinity minus π/2 RT. electron affinity minus π/2 RT. This π/2 RT എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നമ്പറാണ്, അബൌട്ട് 2.5 അപ്രോക്സിമേറ്റ്ലി കിലോ ജൂൾ പെർ മോൾ. അതൊരു ചെറിയ വാല്യൂ ആണ്, നമുക്ക് വേണമെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യാം. സോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ഈക്വൽ ടു
നെഗറ്റീവ് ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി. അപ്പം ബോത്ത് ആർ ഹാവിങ് എ കണക്ഷൻ. നെഗറ്റീവ് സൈൻ വ്യത്യാസം, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് വേണേൽ പറയാം. ഓക്കെ, ദെൻ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലക്ട്രോൺ അഫിനിറ്റി ഓർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? ഒന്നാമത് അറ്റോമിക് സൈസ്. അറ്റോമിക് സൈസ് കൂടുതലാണെങ്കിൽ വാലൻസ് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ കുറഞ്ഞു, അതിനകത്തുള്ള ഇലക്ട്രോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറഞ്ഞു. അപ്പോൾ പുതുതായിട്ടൊരു ഇലക്ട്രോൺ വന്നാലും അത്ര കാര്യമായ അട്രാക്ഷൻ കിട്ടുകയില്ല. സോ അറ്റോമിക് സൈസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഓക്കെ, ദെൻ ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് കൂടുകയാണെങ്കിൽ പുതുതായിട്ട് വരുന്നവരെയും ഓൾറെഡി ഉള്ളവന്മാരെയും എല്ലാം ന്യൂക്ലിയസ് നല്ല ടൈറ്റായിട്ട് പിടിക്കും. അപ്പം നല്ല കൂടുതൽ എനർജി റിലീസ് ചെയ്യും, സ്റ്റേബിളാണ്. സോ ന്യൂക്ലിയർ ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇനി സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിലോ, അപ്പോൾ ഓൾറെഡി സ്റ്റേബിളാണെന്ന് വിചാരിക്കുക, ഹാഫ് ഫിൽഡോ കംപ്ലീറ്റ്ലി ഫിൽഡാണ്, അതിനകത്തേക്ക് പുതിയ ഇലക്ട്രോൺ വരുമ്പോൾ അത് അൺസ്റ്റേബിളാണ്, സ്റ്റെബിലിറ്റി അങ്ങ് നഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ദെൻ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓഫ് ദ ഔട്ടർ ഷെൽ. വാലൻസ് ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺ വരുന്നത്. വാലൻസ് ഷെല്ലിലേക്ക് ഇലക്ട്രോൺ വരിക എന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി ഇലക്ട്രോൺ കാണുകയില്ലേ. ഇലക്ട്രോൺ ഡെൻസിറ്റി വാലൻസ് ഷെൽ ഈസ് ഹയർ നാ. പുതുതായിട്ടുള്ള ഇലക്ട്രോൺ വരുമ്പോൾ റിപ്പൾഷൻ ഉണ്ടാകും. റിപ്പൾഷൻ ഉണ്ടായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അൺസ്റ്റേബിൾ ആകും. സോ ലാർജർ ദി higher the electron density of the valence shell, lower the electron gain enthalpy. Then exchange energy resulting in the electronic configuration. അതായത് ഒരു ഇലക്ട്രോൺ വന്നു കഴിയുമ്പോൾ എക്സ്ചേഞ്ച് എനർജി എന്ന് പറഞ്ഞാൽ റിയൽ സ്റ്റെബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അതിന് നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്. ഗ്രൂപ്പ് 14 17. ഗ്രൂപ്പ് 14 17. ഗ്രൂപ്പ് 14 എന്ന് പറഞ്ഞാൽ NS2 NP2 ആണ്. ഗ്രൂപ്പ് 17 എന്ന് പറഞ്ഞാൽ NS2 NP6 ആണ്, സോറി 5 ആണ്. നോബിൾ ഗ്യാസ് അല്ലല്ലോ. ഗ്രൂപ്പ് 17 നോബിൾ ഗ്യാസ് അല്ലല്ലോ. ഗ്രൂപ്പ് 17 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഹാലജൻസ്. ഗ്രൂപ്പ് 14 എന്ന് പറഞ്ഞാൽ കാർബൺ ഫാമിലി. അപ്പോൾ ഇവർ ഒരു ഇലക്ട്രോണും കൂടെ മേടിക്കുമ്പോഴേക്ക് എന്നാ സംഭവിക്കുന്നു? ഇവനൊരു ഇലക്ട്രോണും കൂടെ മേടിക്കുമ്പോൾ അത് 3 ആയി, NS2 NP3 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഹാഫ് ഫിൽഡ്. ഇനി ഇവിടെയാണ് ഒരു ഇലക്ട്രോണും കൂടെ മേടിക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡായി, NS2 NP6 ആയി, അഥവാ ഒക്ട2 ആയി, അഥവാ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റലുമായി. അപ്പോൾ എന്താ പ്രത്യേകത? യുനോ NS2 NP3 NS2 NP6 ഹാഫ് ഫിൽഡും കംപ്ലീറ്റ്ലി ഫിൽഡ് ഹൈലി സ്റ്റേബിളാണ്. അപ്പം അതിന് കാരണം ഹാഫ് ഫിൽഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് മോർ സ്റ്റേബിൾ ആണുള്ള കാരണം എന്താ? ബിക്കോസ് ഓഫ് ദ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ ആൻഡ് എക്സ്ചേഞ്ച് എനർജി. ഈ 2 ഇലക്ട്രോൺ പി ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ P3 ഇലക്ട്രോൺ വരുമ്പോൾ എക്സ്ചേഞ്ച് ചെയ്യും ഹാഫ് ഫിൽഡ് ആകുമ്പോൾ. അതുപോലെ കംപ്ലീറ്റ്ലി ഫിൽഡ് അവിടെ ഇരുന്ന 5 ഇലക്ട്രോൺ തമ്മിൽ എക്സ്ചേഞ്ച് നടക്കുന്നതിനേക്കാളും കൂടുതൽ 6 ഇലക്ട്രോൺ തമ്മിൽ എക്സ്ചേഞ്ച് നടക്കും. കൂടുതൽ എക്സ്ചേഞ്ച് നടക്കുമ്പോൾ കൂടുതൽ എക്സ്ചേഞ്ച് എനർജി റിലീസ് ചെയ്യും. അപ്പോൾ സ്റ്റേബിളാണ്. അതാണ് ഹാഫ് ഫിൽഡും കംപ്ലീറ്റ്ലി ഫിൽഡും മോർ സ്റ്റേബിൾ ആകാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ എക്സ്ചേഞ്ച് എനർജി ഓഫ് ദ റിസൾട്ടിങ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടുതലാണെങ്കിൽ ആ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. റിസൾട്ടിങ് അതായത് ഈ ഇലക്ട്രോൺ, അതായത് ഒരു ഇലക്ട്രോണിനെ മേടിച്ച് കഴിയുമ്പോൾ ഉള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതിന് എക്സ്ചേഞ്ച് എനർജി കൂടുതലാണെങ്കിൽ, അതിന് സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും കൂടുതലായിരിക്കും. പിന്നെ പെനട്രേഷൻ എഫക്റ്റ് ഓഫ് ഇലക്ട്രോൺസ്. പെനട്രേഷൻ എഫക്റ്റ് ഓഫ് ഇലക്ട്രോൺ അതായത് ഇപ്പോൾ ഇലക്ട്രോൺ വരുന്ന ഓർബിറ്റിൽ പെനട്രേഷൻ എഫക്റ്റ് കൂടുതലുള്ള ഓർബിറ്റിലാണെന്ന് വിചാരിക്കുക. ഇലക്ട്രോൺ വരുന്നത് പെനട്രേഷൻ എഫക്റ്റ് കൂടുതലുള്ള ഓർബിറ്റിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോൺ വരുന്ന എസ് ഓർബിറ്റ്? ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഗ്രൂപ്പ് 1 തന്നെ എടുക്കാം. നമ്മുടെ സോഡിയത്തിനകത്തേക്ക് ഒരു ഇലക്ട്രോൺ വരിക. സോഡിയത്തിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3s1 ആണ്, വാലൻസ് ഷെൽ. അതിനകത്തേക്ക് ഒരു ഇലക്ട്രോൺ വരുമ്പോൾ 3s2 ആയി. 3s2 ആകുമ്പോൾ ഒരു ഗുണമുണ്ട്, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിപ്പോട്ടെ. ഇനി മറ്റൊരു ഗുണം എന്നാ? എസ് ഓർബിറ്റ് ഇലക്ട്രോൺ ന്യൂക്ലിയസിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യും. പെനട്രേഷൻ എഫക്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് വന്ന ഇലക്ട്രോണിനെ കൂടുതൽ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യും. അപ്പോൾ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. സോ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? Atomic size inversely proportional to electron gain enthalpy. Nuclear charge directly proportional to electron gain enthalpy. Stability of the electronic configuration inversely proportional to electron gain enthalpy. Electron density of the outer shell or valence shell inversely proportional to electron gain enthalpy. Exchange energy of resulting electronic configuration directly proportional to electron gain enthalpy. Penetration effect of electron directly proportional to electron gain enthalpy. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈനാണ്.
അപ്പം ഞാൻ പറഞ്ഞത് നെഗറ്റീവ് സൈനും ചേർത്താണ്. ഇപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഒരു നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അത്രയും എനർജി റിലീസ് ചെയ്യുന്നു, അത്ര എനർജി റിലീസ് ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. അല്ല വേറൊന്നുമല്ല, അത്ര എനർജി റിലീസ് ചെയ്യുന്നു. ഓക്കെ, അത്ര എനർജി റിലീസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പം പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഗെയിൻ താല്പര്യം വരുന്നത് ഹാലജൻസിനാണ്. കാരണം അവർക്ക് ഒരു ഇലക്ട്രോൺ കിട്ടിയ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനാണ്, നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ മാക്സിമം ഇലക്ട്രോൺ ഗെയിൻ. അപ്പോൾ നമുക്ക് നോക്കാം വേരിയേഷൻ എലോങ് എ പീരീഡ് ആൻഡ് ഡൗൺ ദ ഗ്രൂപ്പ്. വേരിയേഷൻ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി, വേരിയേഷൻ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ഫസ്റ്റ് വൺ എലോങ് എ പീരീഡ്, സെക്കൻഡ് വൺ ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എലോങ് എ പീരീഡ് നോക്കുവാണെങ്കിൽ ഹാലജൻസിനാണ് മാക്സിമം ഇലക്ട്രോൺ ഗെയിൻ താല്പര്യം. നമ്മൾ 1 തൊട്ട് 17 വരെയുള്ള ഗ്രൂപ്പ് മാത്രം നോക്കിയാൽ നോബിൾ ഗ്യാസിനെ വിട്ടേക്കാം, അവന് ഇലക്ട്രോണിനെ മേടിക്കുകയോ കൊടുക്കുകയോ ഇല്ല, വിട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ നോക്കുവാണെങ്കിൽ എലോങ് എ പീരീഡ് അറ്റോമിക് സൈസ് കുറയുന്നു, ന്യൂക്ലിയർ ചാർജ് കൂടുന്നു, അങ്ങനെയാകുമ്പോൾ ഇലക്ട്രോണിനെ മേടിക്കാനുള്ള താല്പര്യവും കൂടുന്നു. സോ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ബിക്കം മോർ നെഗറ്റീവ്. കൂടുതൽ എനർജി റിലീസ് ചെയ്താൽ കൂടുതൽ സ്റ്റേബിളാണ്, കുറച്ച് എനർജി റിലീസ് ചെയ്താൽ കുറച്ച് സ്റ്റേബിൾ. പിന്നെ ഇവർക്കൊരു മിനിമം വാല്യൂ പറയാനില്ല. ഇപ്പോൾ ഗ്രൂപ്പ് 17 ആണ് മാക്സിമം എങ്കിൽ ഗ്രൂപ്പ് 1 ആണല്ലോ ഓട്ടോമാറ്റിക്കലി ലെസ് വരേണ്ടത്. പക്ഷേ അങ്ങനെയല്ല, ഇപ്പോൾ ഇറഗുലർ ട്രെൻഡാണ് കാണുന്നത്. അതൊക്കെ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫീൽഡ്, കംപ്ലീറ്റ്ലി ഫീൽഡ് കോൺഫിഗറേഷൻ, ദെൻ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, അങ്ങനെ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു മിനിമം വാല്യൂ ഇല്ല, മാക്സിമം വാല്യൂ ഉണ്ട് ആർക്കാണ്? ഹാലജനാണ്. ഇനി അതിൽ തന്നെ ഇപ്പം ഡൗൺ ദ ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ, ഡൗൺ ദ ഗ്രൂപ്പ് ആണെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ താല്പര്യം താഴോട്ട് വരുന്നതും കുറയുന്നു, ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ അറ്റോമിക് റേഡിയൈ, ഓക്കെ. ഇനി അവിടെ തന്നെ ഒരു അബ്നോർമാലിറ്റി പറയാനുള്ള 2 കേസുണ്ട്. ഒന്ന് ഗ്രൂപ്പ് 16 മറ്റൊന്ന് ഗ്രൂപ്പ് 17. ഡൗൺ ദ ഗ്രൂപ്പിലെ ഇലക്ട്രോൺ ഗെയിൻ താല്പര്യം ചോദിക്കാൻ സാധ്യതയുള്ളത്, ഗ്രൂപ്പ് 16 ആണെങ്കിൽ ഓക്സിജൻ ലെസ് ദാൻ സൾഫർ, ഗ്രേറ്റർ ദാൻ സെലിനിയം, ടെലൂറിയം, പൊളോണിയം. ദിസ് ഈസ് വൺ ഓർഡർ. ഗ്രൂപ്പ് 17 നോക്കുകയാണെങ്കിൽ ഫ്ലൂറിൻ ലെസ് ദാൻ ക്ലോറിൻ, ഗ്രേറ്റർ ദാൻ ബ്രോമിൻ, ഗ്രേറ്റർ ദാൻ അയഡിൻ എന്നുള്ള രീതി വരും. ഇതിൽ രണ്ടിലെ നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യത്തെ എലമെൻറ്റിന് ഇലക്ട്രോണിനെ മേടിക്കാനുള്ള താല്പര്യം കുറവാണ് ആസ് കമ്പയർഡ് ടു രണ്ടാമത്തെ എലമെൻറ്റ്. നമുക്കറിയാം ഓക്സിജൻ സ്മോൾ സൈസാണ്, ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ഒക്കെയാണ്, കുറേ പ്രോപ്പർട്ടീസ് ഓക്സിജനും ഫ്ലൂറിനും ഒക്കെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ പോലും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഓഫ് ഓക്സിജൻ ലെസ് ദാൻ ദാറ്റ് ഓഫ് സൾഫർ, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ എന്ന് വരുന്നു. അതിന് റീസൺ എന്താണ്? അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ റീസൺ തന്നെ സ്മോൾ സൈസാണ്. ഓക്സിജന് സൾഫറിനേക്കാളും സ്മോൾ സൈസാണ്, ഫ്ലൂറിനേക്കാളും സ്മോൾ സൈസാണ്. സോ ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഹയറാണ്. ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ കൂടുതലാണ് എങ്കിൽ കൂടുതൽ അൺസ്റ്റേബിൾ അല്ലേ, ആ സ്പീഷീസ് അൺസ്റ്റേബിൾ ആയിട്ട് മാറും, എനർജി കുറച്ചേ റിലീസ് ചെയ്യുള്ളൂ. ഓക്കെ, ഓക്സിജന് -141 കിലോ ജൂൾ പെർ മോളും സൾഫറിന് ആദ്യത്തെ ഇലക്ട്രോണിനെ മേടിക്കുമ്പോൾ -200 കിലോ ജൂൾ പെർ മോളും, ഫ്ലൂറിന് -333 കിലോ ജൂൾ പെർ മോളും ക്ലോറിന് -348 കിലോ ജൂൾ പെർ മോളുമാണ്. അപ്പോൾ ക്ലോറിനാണ് പീരിയോഡിക് ടേബിൾ വെച്ച് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഗെയിനും താല്പര്യമുള്ള എലമെൻറ്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് വേണേൽ പറയാം. സോ ദാറ്റ് ഈസ് അബൌട്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. Then fifth one is electronegativity. ഒരു ഗ്രീക്ക് ലെറ്റർ കൈന്നോ ഒക്കെ പറയാം. നമ്മൾ ഈ മോൾ ഫ്രാക്ഷനൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൈ എന്ന് പറഞ്ഞ ഒരു ടേം. ഇപ്പം നമ്മൾ പഠിച്ച 4 പാരാമീറ്റർ, അതായത് അറ്റോമിക് റേഡിയൈ, അയോണിക് റേഡിയൈ, അയണൈസ്ഡ് താൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി, ഇതെല്ലാം തന്നെ ഒരാറ്റത്തിൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. ഒരാറ്റം ആറ്റമായിട്ട് ഇരിക്കുമ്പോൾ തന്നെയുള്ള അവൻ്റെ പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന കഴിവാണ്, അല്ലെ പ്രോപ്പർട്ടിയാണ്. And what is electronegativity? It is defined as the tendency of an atom to attract shared pair of electrons towards itself in a covalent bond. ഒരു എലമെൻ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ടെൻഡൻസി ഓഫ് ഇറ്റ്സ് ആറ്റം, അതിൻ്റെ ആറ്റം ടെൻഡൻസി ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ടുവേർഡ്സ് ഇറ്റ് സെൽഫ് ഇൻ എ ഒരു കോവാലൻ്റ് ബോണ്ടിൽ
ആ ബോണ്ടിൽ ഉള്ള 2 ഇലക്ട്രോൺ, ഇപ്പോൾ എയും ബിയും തമ്മിൽ കമ്പൈൻ ചെയ്യാമെന്ന് വിചാരിച്ചോ, 2 ഇലക്ട്രോൺ ഉണ്ട്. ഈ 2 ഇലക്ട്രോണും തൻ്റെ കയ്യിലേക്ക് വലിച്ചെടുക്കാനുള്ള കഴിവിനെയാണ് ആസ് എ റിസൾട്ട് സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് ഡെവലപ്ഡ് ഓൺ എ, സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് ഡെവലപ്ഡ് ഓൺ ബി. ഈ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ ഇതൊരു കഴിവാണ്, എബിലിറ്റി, പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇതിന് ദർ ഈസ് നോ യൂണിറ്റ്, ഇറ്റ്സ് നോട്ട് എ മെഷറബിൾ ക്വാണ്ടിറ്റി. അപ്പോൾ അതാ പ്രശ്നം, ഇറ്റ്സ് നോട്ട് എ മെഷറബിൾ ക്വാണ്ടിറ്റി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണഗതി ചെയ്യുന്നത് 3 സയൻറ്റിസ്റ്റുകളുടെ സ്കെയിലുകളുണ്ട്, അത് വെച്ച് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തേത് ലിനസ് പോളിംഗ് സ്കെയിൽ. പോളിംഗ് സ്കെയിൽ എന്നങ്ങ് എഴുതിയാൽ മതി. ലിനസ് പോളിംഗ് എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റിന് മുഴുവൻ പേരാണ്. പോളിംഗ് സ്കെയിൽ അതായിരിക്കും നല്ലത്. പോളിംഗ് സ്കെയിൽ. പോളിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബോണ്ട് എൻതാൽപ്പിനെയും ഒക്കെ മറ്റും ബേസ് ചെയ്താണ്, റെസൊണൻസ് എനർജിനൊക്കെ ബേസ് ചെയ്യാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എ മൈനസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ബി ഇസ് ഈക്വൽ ടു 0.1017 into root of delta, where delta is called resonance energy and delta is equal to EAB minus root of EAA into EBB. ഓക്കെ, EAB ഡെൽറ്റ എന്ന് പറഞ്ഞാൽ റെസൊണൻസ് എനർജി എന്നാണ് വിളിക്കുന്നത്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ റെസൊണൻസ് എനർജി. അപ്പം EAB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണ്ട് എൻതാൽപ്പീസ്, ബോണ്ട് എൻതാൽപ്പി ഓഫ് AB മൈനസ് റൂട്ട് ഓഫ് ബോണ്ട് എൻതാൽപ്പി ഓഫ് AA ഇൻറ്റു ബോണ്ട് എൻതാൽപ്പി ഓഫ് BB എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷനുണ്ട്, ഈ ബോണ്ട് എൻതാൽപ്പീസ് എല്ലാം കിലോ ജൂളിലായിരിക്കണം. ഈ മീൻസ് ബോണ്ട് എൻതാൽപ്പീസ് ഇൻ കിലോ ജൂൾ പെർ മോൾ അങ്ങനെയായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോഴൊരു വിഷയമുണ്ട്, പോളിംഗ് സ്കെയിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എയും ബിയും കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഒരാളുടെ കിട്ടാതെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാവോ, അദ്ദേഹം ആദ്യമേ നമ്മുടെ ഹൈഡ്രജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ അത് ആർബിട്രലി അദ്ദേഹം എടുത്തത് 2.05 ആണ്. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു 2.05. അപ്പോൾ ഹൈഡ്രജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി നേരത്തെ കണ്ടുപിടിച്ച് വെച്ചു. ഇനി ഹൈഡ്രജനുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന മറ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് ആ മറ്റ് എലമെൻറ്റ് വെച്ച് ഇനി പിന്നെയുള്ള എലമെൻറ്റുകളെ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ പീരിയോഡ് ടേബിളിൽ എല്ലാ എലമെൻസിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി നമ്മൾ ഉപയോഗിക്കുന്ന പോളിംഗ് സ്കെയിലാണ്. പക്ഷേ മറ്റേ 2 സ്കെയിൽ കൂടിയുണ്ട്, എങ്കിലും പോളിംഗ് സ്കെയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ഓർക്കുക, പോളിംഗ് സ്കെയിൽ. ഓക്കെ, രണ്ടാമത്തേത് മുള്ളിക്കൻ ജാഫെ സ്കെയിൽ, JAFFE, മുള്ളിക്കൻ ജാഫെ സ്കെയിൽ എന്ന് പറയും. MULLIKN, മുള്ളിക്കൻ ജാഫെ സ്കെയിൽ. ഈ മുള്ളിക്കൻ ജാഫെ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് അയണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിനെയും ബേസ് ചെയ്തായിരുന്നു. അയണൈസേഷൻ എൻതാൽപ്പിയുടെയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ആവറേജ് ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് അദ്ദേഹം പറയും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഈ അയണൈസ് എൻതാൽപ്പി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിൽ വേണം എക്സ്പ്രസ് ചെയ്യാൻ. ഓക്കെ, സോ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ആൻ എലമെൻറ്റ് ഈസ് ഈക്വൽ ടു അയണൈസ് എൻതാൽപ്പി പ്ലസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിവൈഡഡ് ബൈ 2. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ബോത്ത് IE ആൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻ ഇലക്ട്രോൺ വോൾട്ട് യൂണിറ്റ്, ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം അല്ലെങ്കിൽ ഇലക്ട്രോൺ വോൾട്ട് യൂണിറ്റിൽ വേണം ചെയ്യാൻ. പക്ഷേ ഈ ടോപ്പിക് ഇത് ചോദിച്ചില്ലെങ്കിലും ഇതിൻ്റെ വേറൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ എൻട്രൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ മുള്ളിക്കൻ സ്കെയിലിലും നമ്മുടെ പോളിംഗ് സ്കെയിലും തമ്മിലൊരു കൺവേർഷൻ ഫാക്ടറുണ്ട്. ഓക്കെ, അതായത് പോളിംഗ് സ്കെയിലിലെ വാല്യൂ മുള്ളിക്കൻ സ്കെയിലിലേക്ക്, മുള്ളിക്കൻ സ്കെയിലിലെ വാല്യൂ പോളിംഗ് സ്കെയിലിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് നോക്കാം. പോളിംഗ് സ്കെയിലിലെ വാല്യൂ ഈസ് ഈക്വൽ ടു, ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ഈസ് ഈക്വൽ ടു മുള്ളിക്കൻ സ്കെയിൽ വാല്യൂ ഡിവൈഡഡ് ബൈ 2.8. മുള്ളിക്കൻ സ്കെയിൽ വാല്യൂ ഡിവൈഡഡ് ബൈ 2.8. സോ പോളിംഗ് സ്കെയിലിൽ നമ്മൾ മനസ്സിലാക്കി, മുള്ളിക്കൻ ജാഫെ സ്കെയിൽ മനസ്സിലാക്കി. പോളിംഗ് സ്കെയിലിൻ്റെ വാല്യൂ മുള്ളിക്കൻ സ്കെയിലും, മുള്ളിക്കൻ സ്കെയിലിൻ്റെ വാല്യൂ നമുക്ക് പോളിംഗ് സ്കെയിലിലേക്ക് മാറ്റാനായിട്ട് ഇങ്ങനെയൊരു കൺവേർഷൻ ഫാക്ടർ ഉണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള മൂന്നാമത്തെ സ്കെയിലാണ് ഓൾഡ്രഡ്-റോഷോ സ്കെയിൽ. നെക്സ്റ്റ് ഈസ് ഓൾഡ്രഡ്-റോഷോ സ്കെയിൽ. ഓൾഡ്രഡ്-റോഷോ സ്കെയിൽ ഈസ് ബേസ്ഡ് ഓൺ effective nuclear charge. Equation is electronegativity of an element is equal to 0.744 plus
0.744 plus 0.359 into Z effective divided by R square. You know, Z effective means effective nuclear charge. So, effective nuclear charge ne base ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് ന്യൂക്ലിയർ ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിക്കുകയാണ്. അവിടെ ഒരു ചോദ്യം വരാം, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കണ്ടുപിടിക്കുന്നത് സ്ലൈറ്റേഴ്സ് റൂള് എന്ന് പറഞ്ഞൊരു റൂളാണ്. സ്ലൈറ്റേഴ്സ് റൂൾ. ഓക്കെ, അത് നമുക്ക് ഈ തിയറി പാർട്ട് തീർന്നതിന് ശേഷം സ്ലൈറ്റേഴ്സ് റൂള് നമുക്ക് നോക്കാം. സോ ഓൾറെഡി സ്കെയിൽ, അപ്പം 3 സ്കെയിലാണുള്ളത്. ഒന്ന് പോളിംഗ് സ്കെയിൽ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എ മൈനസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു 0.1017 into root of delta. Delta is a resonance energy and it is equal to bond enthalpy of AB bond minus root of bond enthalpy of AA bond into bond enthalpy of BB bond. Bond enthalpies എല്ലാം കിലോ ജൂൾ പെർ മോളാണ്. രണ്ടാമത്തെ മുള്ളിക്കൻ ജാഫെ സ്കെയിൽ. മുള്ളിക്കൻ ജാഫെ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയണൈസ് താൽപ്പി ഇലക്ട്രോൺ ഗെയിൻ താൽപ്പിയുടെ സം എടുക്കുക, ഡിവൈഡ് ബൈ 2 കൊടുക്കുക. സം എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, അത് ഇലക്ട്രോൺ വോൾട്ടിലേ കൊടുക്കാവുള്ളൂ. പിന്നെ നെഗറ്റീവ് സൈൻ ഒന്നും കൊടുത്തേക്കരുത് ഒരിക്കലും. നെഗറ്റീവ് സൈൻ, ഇലക്ട്രോൺ ഗെയിൻ താൽപ്പി നെഗറ്റീവ്, ആ സൈൻ കൊടുക്കരുത്, വാല്യൂ മാത്രമേ എടുക്കാവുള്ളൂ. ഓക്കെ. പിന്നെ മുള്ളിക്കൻ സ്കെയിലും പോളിംഗ് സ്കെയിലും തമ്മിലുള്ള കൺവേർഷൻ. പോളിംഗ് സ്കെയിലിലെ വാല്യൂ അറിയണമെങ്കിൽ മുള്ളിക്കൻ സ്കെയിലിലെ വാല്യൂവിനെ 2.8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദെൻ മൂന്നാമത്തത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻ ടേംസ് ഓഫ് എഫക്റ്റീവ് ന്യൂക്ലിയർ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ഈക്വൽ ടു 0.744 പ്ലസ് 0.359 ഇൻറ്റു എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി ആറ്റം ഇൻ ആംസ്ട്രോങ് യൂണിറ്റ്. സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന പൈക്കോമീറ്ററിലാണ് നമ്മൾ കൊടുക്കുന്നത്. ആംസ്ട്രോങ് യൂണിറ്റിൽ വേണം കൊടുക്കാൻ, ആംസ്ട്രോങ് യൂണിറ്റിൽ വേണം കൊടുക്കാനായിട്ട്. പിന്നെ ഇത് അല്ലാത്ത സ്കെയിലുകളൊക്കെ ഉണ്ട് കേട്ടോ. സാൻഡേഴ്സൺ സ്കെയില് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അലൻ സ്കെയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്കെയിലുകളുണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക്. അതൊന്നും അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. ഓക്കെ. ഇനി വാട്ട് ആർ ദി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി? ഒന്നാമത്തത് ഹൈബ്രിഡൈസേഷൻ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഒന്നാമത്തത് ഹൈബ്രിഡൈസേഷൻ. An element in sp hybridization more electronegative than element in sp2 hybridization than sp3 hybridization. ഒരു എലമെൻ്റ്, ഒരു ആറ്റം sp ഹൈബ്രിഡൈസ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ എസ് ക്യാരക്ടർ ഉണ്ടാവും. കൂടുതൽ എസ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ കൂടുതൽ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള താല്പര്യം കൂടുതലായിരിക്കും. അപ്പോൾ sp ഹൈബ്രിഡൈസ്, ഇപ്പോൾ കാർബണൊക്കെ ആണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർബൺ, sp hybridized carbon is more electronegative. അസറ്റ്ലീൻ ഈസ് അസിഡിക് എന്നുള്ള ചോദ്യമുണ്ട്. അതിന് കാരണം എന്നാ? sp hybridized കാർബണാണ്, ഹൈലി ഇലക്ട്രോനെഗറ്റീവോ. sp2 hybridized കാർബൺ ദാൻ sp3 hybridized കാർബൺ എന്നാണ് വരുന്നത്. എസ് ക്യാരക്ടറിനെ ബേസ് ചെയ്താൽ പറയാം. അപ്പോൾ കാർബണിൻ sp hybridization ഗ്രേറ്റർ ദാൻ കാർബണിൻ sp2 ഗ്രേറ്റർ ദാൻ കാർബണിൻ sp3. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ദീസ് ആറ്റംസ്, ഹൈബ്രിഡൈസേഷനെ ബേസ് ചെയ്ത് ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഓർഡർ ഇതാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതായത് ഇപ്പോൾ ഹയർ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ ബോണ്ടിലുള്ള ഇലക്ട്രോണിനെ വലിച്ചെടുക്കാൻ കൂടുതൽ താല്പര്യം വരും. ഇപ്പോൾ Fe2 പ്ലസും Fe3 പ്ലസും, ഫെറസും ഫെറിക്കും, ആർക്കാണ് കൂടുതൽ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള താല്പര്യം? ഓഫ് കോഴ്സ് ഫെറിക്കിനായിരിക്കും. സോ Fe2 പ്ലസ് ഫെറസ് ലെസ് ഇലക്ട്രോനെഗറ്റീവ്, അല്ലെങ്കിൽ തിരിച്ചും പറയാം ഫെറിക്ക് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഫെറസ്. ഓക്കെ, അത് നമുക്ക് പറയാവുന്ന കാര്യമാണ്. മൂന്നാമത്തെ നേച്ചർ ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻ്റ്. ഇപ്പോൾ അറ്റാച്ച് ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് CF3I CH3I ഇങ്ങനെ 2 കോമ്പൗണ്ട്, ഒന്ന് മീഥൈൽ അയഡൈഡും പിന്നെ ട്രൈഫ്ലൂറോ അയഡോ മീഥൈനും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് എന്താണ്? ആദ്യത്തേനകത്ത് CF3 എന്ന് പറഞ്ഞാൽ 3 ഫ്ലൂറിൻ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ്. രണ്ടാമത്തേനകത്താണെങ്കിൽ 3 ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുക. 3 ഫ്ലൂറിൻ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഫ്ലൂറിൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്. കാർബൺ ഡൈ എന്നുള്ള ഇലക്ട്രോൺസിനെ മുഴുവൻ വലിച്ചെടുക്കും. അപ്പോൾ കാർബൺ കൂടുതൽ പോസിറ്റീവ് ചാർജ് വരും. എന്നാൽ ഹൈഡ്രജൻ ആണെങ്കിൽ കാർബൺ ഹൈഡ്രജൻ ഇലക്ട്രോനെഗറ്റീവ് ഡിഫറൻസ് വളരെ ചെറുതാണ്. മാത്രമല്ല കാർബൺ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വളരെ കുറവ്. കാർബൺ 2.5ഉം നമ്മുടെ ഹൈഡ്രജൻ 2.05ഉമാണ്, അല്ലെ 2.1 എന്ന് കൂട്ടാം. വലിയ കാര്യമായ വ്യത്യാസം ഇല്ലെന്ന് വേണേൽ പറയാം. അപ്പോൾ CF3Iയിലെ കാർബൺ മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ CH3I കാർബൺ. ഓക്കെ, അതും വേണേൽ പറയാം.
So these are the factors. What are the factors affecting electronegativity? Hybridization, electronegativity of sp hybridized atom greater than electronegativity of sp2 hybridized atom greater than electronegativity of sp3 hybridized atom. Second one, more positive oxidation state, more positive charge ആണെങ്കിൽ കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ആയിരിക്കും. ഓക്കെ, Fe3+ഉം Fe2+ഉം. പിന്നെ CH3യും CF3യും CH3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂവൻറ്റ്, നേച്ചർ ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് അറ്റാച്ച്ഡ് ടു ആൻ ആറ്റം. CF3യിലെ കാർബൺ മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ CH3യിലെ കാർബൺ, അത്രയേ ഉള്ളൂ. ദെൻ വേരിയേഷൻ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി, ഒന്ന് എലോങ് എ പീരിയഡ്, രണ്ട് ഡൗൺ ദ ഗ്രൂപ്പ്. എലോങ് എ പീരിയഡ്, രണ്ട് ഡൗൺ ദ ഗ്രൂപ്പ്. Down the group. Electronegativity along a period increases. It is the increase in nucleus or decrease in size. Halogens have maximum electronegativity. അതിൽ തന്നെ പോളിംഗ് സ്കെയിൽ അനുസരിച്ച് ഫ്ലൂറിനാണ് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ. 4.0 ഇസ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഫ്ലൂറിൻ ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ള എലമെൻറ്റ് അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡൗൺ ദ ഗ്രൂപ്പാണ്, അഥവാ സീഷ്യം. 0.79 ആണ്. ഫ്രാൻഷ്യം റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഫ്ലൂറിൻ മോസ്റ്റും സീഷ്യം ലീസ്റ്റും ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റാണ്. ഓക്കെ, ഇനി ഡൗൺ ദ ഗ്രൂപ്പ് സാധാരണഗതിയിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ മെറ്റാലിക് ക്യാരക്ടർ, ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ, ഡ്യൂ ടു ഇൻക്രീസ് ഇൻ സൈസ്. പക്ഷെ രണ്ട് ഗ്രൂപ്പിൽ നമുക്ക് അബ്നോർമാലിറ്റി അറിയാൻ പറ്റും. ഒന്ന് ഗ്രൂപ്പ് 12. ഗ്രൂപ്പ് 12ൽ താഴോട്ട് വരുന്നവരും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുക ചെയ്യുന്നത്. അങ്ങനെ ഒരു അബ്നോർമാലിറ്റി. സിങ്ക്, കാഡ്മിയം, മെർക്കുറിയാണ് ആ ഗ്രൂപ്പിലെ എലമെൻറ്റ്. കാരണം അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ തന്നെ അറിയാം. കംപ്ലീറ്റ്ലി ഫിൽഡ് ഡിയും S2 ഓർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി 3D10 4s2 ആണ് സിങ്ക്, 4D10 5s2 ആണ് കാഡ്മിയം, 5D10 6s2 ആണ്. 5D10 മാത്രമല്ല 4f14 ഉണ്ട് മെർക്കുറിക്ക്. അപ്പോൾ മെർക്കുറിക്ക് ഷീൽഡിംഗ് എഫക്റ്റ് വളരെ കുറവാണ് കംപ്ലീറ്റ്ലി ഫിൽഡ് DUFനും. അതുകൊണ്ട് മാക്സിമം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മെർക്കുറിയുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും. സിങ്ക് ലെസ് ദാൻ കാഡ്മിയം ലെസ് ദാൻ മെർക്കുറി എന്നായിരിക്കും അതിൻ്റെ താഴോട്ട് വരുന്നവരും കൂടുന്നു. ഇനി ഗ്രൂപ്പ് ഇപ്പോൾ 13 എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ 12ൻ്റെ അടുത്ത ഒരു ഗ്രൂപ്പ് ആണ് 13. അവിടെയും ഇതേ എഫക്റ്റ് തന്നെ കാണാൻ പറ്റും. ബോറോണിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 2.0. അലൂമിനിയത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ 1.5. പിന്നെ താഴോട്ട് കൂടുക 1.6, 1.7, 1.8. അത് കാരണം ഇതിനോട് തൊട്ടടുത്ത് ഈ സിങ്ക് കാഡ്മിയം കഴിഞ്ഞ് വരുന്ന എലമെൻറ്റുകൾക്ക് ഇതേ പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പം ബോറോൺ ടു അലൂമിനിയം ഡിക്രീസസ്, അലൂമിനിയം ടു ഗാലിയം, ഇൻഡിയം, താലിയം ഇറ്റ് ഇൻക്രീസസ്. പിന്നെ അതിനേക്കാളും വലിയ അബ്നോർമാലിറ്റിയാണ് കാർബൺ ഫാമിലി ഗ്രൂപ്പ് 14. ഗ്രൂപ്പ് 14 കാർബൺ കഴിഞ്ഞ് ബാക്കിയുള്ളവർക്കെല്ലാം ഇലക്ട്രോനെഗറ്റിവിറ്റി റിമൈൻസ് സെയിം. കാരണം അവരുടെ സൈസ് ലാർജ് വ്യത്യാസമൊന്നുമില്ല. സോ അതുകൊണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി കാർബൺ കഴിഞ്ഞാൽ കാർബൺ 2.5 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ സിലിക്കൺ 1.8, ജെർമേനിയം 1.10, ടിൻ 1.8, ലെഡ് 1.9. ലെഡിന് ഇച്ചിരി വ്യത്യാസമുണ്ട്, ലാന്തിനോട് കോൺട്രാക്ഷനൊക്കെ ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇനി അപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി, അത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് പറയാൻ പോകുന്നത്. അപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഒന്ന്, to study the metallic and non-metallic character. Electronegativity is directly proportional to non-metallic character. Electronegativity is inversely proportional to metallic character. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ ആരാണോ അവന് നോൺ മെറ്റാലിക് ക്യാരക്ടർ വളരെ കൂടുതലായിരിക്കും, മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള എലമെൻ്റ് ആരാ? ഫ്ലൂറിനാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ എലമെൻറ്റ് ഫ്ലൂറിനാണ്, ഹയസ്റ്റ് ഫ്ലൂറിനാണ്. അപ്പോൾ ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കുറവുള്ള എലമെൻറ്റ് സീഷ്യമാണ്. അതാണ് ഏറ്റവും ഹയസ്റ്റ് മെറ്റാലിക് ക്യാരക്ടറുള്ള എലമെൻറ്റ്. ഓക്കെ, സോ ഇങ്ങനെയൊരു റിലേഷൻഷിപ്പ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോൺ മെറ്റാലിക് ക്യാരക്ടർ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മെറ്റാലിക് ക്യാരക്ടർ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ,
അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഡിഫറൻസിനെ ബേസ് ചെയ്ത് നമുക്ക് ആ ബോണ്ട്, ആ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബോണ്ട് അയോണിക് ആണോ കോവാലൻ്റ് ആണോ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അയോണിക് ക്യാരക്ടറാണോ കോവാലൻ്റ് ക്യാരക്ടറാണോ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ടു ആറ്റം ഗ്രേറ്റർ ദാൻ 1.7, 1.7 കൂടുതലാണ് എങ്കിൽ ആ ബോണ്ട് എന്താണ്? അയോണിക് ആയിരിക്കും. ദെയർ ബോണ്ട് ഈസ്, എയും ബിയും തമ്മിൽ, അല്ലെങ്കിൽ നമുക്ക് ബോണ്ട് അങ്ങനെ സിമ്പിളായിട്ട് തന്നെ എഴുതിയേക്കാം, എ ബി ബോണ്ട് ഈസ് അയോണിക്. ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ടു ആറ്റംസ് ലെസ് ദാൻ 1.7 ആണെങ്കിൽ എ ബി ബോണ്ട് ഈസ് കോവാലൻ്റ് ആയിരിക്കും, അല്ലേ? കോവാലൻ്റ് ബോണ്ടായിരിക്കും, പെർഫെക്റ്റ്ലി കോവാലൻ്റ്. ഇത് ഈക്വൽ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ടു എലമെൻറ്റ് ഈക്വൽ ടു 1.7 ആണെങ്കിൽ എ ബി ബോണ്ട് 50% അയോണിക്കും 50% കോവാലൻ്റ് ആണ് എന്നും പറയാറുണ്ട്. 50. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വെച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഒരു ബോണ്ട് അയോണിക് ആണോ കോവാലൻ്റ് ആണോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അത് എത്രത്തോളം പെർസെൻറ്റേജ് അയോണിക് ആണോ കോവാലൻ്റ് ആണോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. ദർ ഈസ് എൻ ഇക്വേഷൻ കോൾഡ് ഹാനെ-സ്മിത്ത് ഇക്വേഷൻ. അതായത് പെർസെൻറ്റേജ് ഓഫ് അയോണിക് ക്യാരക്ടർ ഓഫ് എ ബി ബോണ്ട് ഈസ് ഈക്വൽ ടു 16 into electronegativity of A minus B plus 3.5 into electronegativity of A minus B whole square. കേട്ടോ, ഹാനെ-സ്മിത്ത് ഇക്വേഷൻ എന്ന് പറയുന്ന പെർസെൻറ്റേജ് ഓഫ് അയോണിക് ക്യാരക്ടർ 16 into electronegativity of A minus B plus 3.5 into electronegativity of A minus B whole square. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എ മൈനസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ബി ഹോൾ സ്ക്വയർ. ഇനിയിപ്പോൾ ചോദിക്കുന്നത് ചിലപ്പോൾ കോവാലൻ്റ് ക്യാരക്ടർ ആണെങ്കിൽ പെർസെൻറ്റേജ് ക്യാരക്ടർ കണ്ടുപിടിക്കുക, എന്നിട്ട് 100-ൽ നിന്ന് കുറയ്ക്കുക. ദാറ്റ്സ് ഓൾ. പെർസെൻറ്റേജ് ക്യാരക്ടർ കണ്ടുപിടിച്ചിട്ട് 100-ൽ നിന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ മൂന്നാമത്തെ കാര്യം, ദറ്റ് ഈസ് അബൌട്ട് റേഡിയസ് ഓർ അറ്റോമിക് സൈസ്. അത് ഫാക്ടറിൻ്റെ കൂടെ നമ്മൾ പറയാമെന്നേ ഉള്ളൂ, അറ്റോമിക് സൈസ്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് എങ്കിൽ സൈസ് കുറവായിരിക്കും, അല്ലേ? നമ്മുടെ ഹാലജൻസിനാണ് ഏറ്റവും ഹൈസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയും. ഹാലജൻസാണ് ഏറ്റവും ഹൈസ്റ്റ്, അവർക്കാണ് ഏറ്റവും സ്മോളസ്റ്റ് സൈസും. ഒരു വീടിനകത്ത് ഏറ്റവും സ്മോളസ്റ്റ് സൈസും അവർക്കാണ്. സോ അറ്റോമിക് സൈസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി. അവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ റേഡിയസും ബോണ്ട് ലെന്തും തമ്മിൽ കണക്ട് ചെയ്തായിരിക്കുന്നത്. ബോണ്ട് ലെന്തും ഇലക്ട്രോനെഗറ്റിവിറ്റിയും തമ്മിലും കണക്ട് ചെയ്തായിരിക്കുന്നത്. അപ്പോൾ ബോണ്ട് ലെന്തിനെ പറ്റി ഒരു ഐഡിയ തരുന്ന ഒരു ഇക്വേഷൻ കൂടിയുണ്ട്, സ്റ്റീവൻസൺ-ഷൂമാക്കർ ഇക്വേഷൻ. അത് പറയുന്നത് ഇതാണ്, ബോണ്ട് ലെന്ത് നമുക്ക് വേണമെങ്കിൽ ബോണ്ട് ഡിസ്റ്റൻസ് ഉള്ളതിന് ഡി എല്ലാം കൊടുത്ത് കാണിക്കാം. ബോണ്ട് ലെന്ത് DAB ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് A പ്ലസ് റേഡിയസ് ഓഫ് B മൈനസ് 0.09 into electronegativity of A minus electronegativity of B. റേഡിയസ് ഓഫ് A പ്ലസ് റേഡിയസ് ഓഫ് B മൈനസ് 0.09. അതാണ് ബോണ്ട് ലെന്ത് തമ്മിലുള്ള ബോണ്ട് ലെന്ത് ആൻഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി റിലേഷൻഷിപ്പ്. ബോണ്ട് ലെന്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി റിലേഷൻ, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റീവൻസൺ-ഷൂമാക്കർ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ബോണ്ട് ലെന്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി അറിയെങ്കിൽ ബോണ്ട് ലെന്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി അറിയെങ്കിൽ ബോണ്ട് ലെന്ത് കണ്ടുപിടിക്കാം. ബോണ്ട് ലെന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോണ്ട് ലെന്ത് അറിയാം, അതിൻ്റെ പെർസെൻറ്റേജ് ക്യാരക്ടർ വരെ നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ. പിന്നെ വേറൊരു കാര്യം ചില പുസ്തകങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതാണ്, പെർസെൻറ്റേജ് ഓഫ് അയോണിക് ക്യാരക്ടറിനെ ബേസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കളർ പറയാം. ഇപ്പോൾ AgCl സിൽവർ ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80% അയോണിക്, ഹൈലി അയോണിക് കോമ്പൗണ്ടാണ്. അത് കളറില്ല.
എന്നാൽ AgBr ആകുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞു, 24% അയോണിക് ക്യാരക്ടർ. കോവാലൻ്റ് ക്യാരക്ടർ കൂടി, എന്തായി? ലൈറ്റ് യെല്ലോ കളറായി. എന്നാൽ AgIയിലേക്ക് വരുമ്പം ഡാർക്ക് യെല്ലോ കളറാണ്. അത് 15% ആണ് അയോണിക് ക്യാരക്ടർ. 15%, 15% എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ്? 85% കോവാലൻ്റ് ക്യാരക്ടർ. അപ്പോൾ കോവാലൻ്റ് ക്യാരക്ടർ കൂടുമ്പോൾ കളറ് കൂടും, അയോണിക് ക്യാരക്ടർ കൂടുമ്പോൾ കളറ് കുറയും എന്നുള്ള ഒരു ഫിനോമിനൻ കൂടി അവിടെ നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് ഇലക്ട്രോനെഗറ്റിവിറ്റിയെ പറ്റി പഠിക്കാനായിട്ടുള്ളത്. ഇനിയുള്ളത് ഇവിടെ ഈ ചാപ്റ്ററിനകത്തുള്ള ഒരു പോയിൻ്റ് വാലൻസിയുടെ വേരിയേഷൻ കൂടിയുള്ളൂ. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ വാലൻസിയുടെ വേരിയേഷൻ. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ചാപ്റ്ററിനകത്ത് കാണുന്ന പല ടോപ്പിക്കുകളും മറ്റു ചാപ്റ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്തായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഡയഗണൽ റിലേഷൻഷിപ്പ് നിങ്ങൾ S ബ്ലോക്കിൽ പഠിക്കുന്നുണ്ട്. S ബ്ലോക്കിലും B ബ്ലോക്കിലുമായിട്ട് NCERTയിലും പിന്നെ എൻട്രൻസിനും നമ്മൾ പഠിക്കുന്നുണ്ട് ഡയഗണൽ റിലേഷൻ. മറ്റൊന്ന് ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് എനി ഗ്രൂപ്പ് ഷോ അനോമലസ് ബിഹേവിയർ. അത് നിങ്ങൾ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ പോലുള്ള പലയിടത്തും നിങ്ങൾ പഠിക്കുന്നുണ്ട്. നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ എല്ലാം ഹെഡിങ്ങിനകത്ത് അനോമലസ് ബിഹേവിയർ ഓഫ് ദീസ് എലമെൻറ്റ്സ് പറഞ്ഞുകൊണ്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്കിവിടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതത് ഗ്രൂപ്പുകളിൽ ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് നമുക്കത് അവോയ്ഡ് ചെയ്യാവുന്നു. പിന്നെ വാലൻസി മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പറയാനായിട്ടുള്ളൂ. വാലൻസി, വേരിയേഷൻ ഓഫ് വാലൻസി മീൻസ് കമ്പൈനിങ് കപ്പാസിറ്റി. വാലൻസി എന്ന് പറഞ്ഞാൽ കമ്പൈനിങ് കപ്പാസിറ്റി. അപ്പോൾ ഈ വാലൻസി ഇപ്പം നമ്മൾ വാലൻസി പറയുന്ന സാധാരണഗതിയിൽ ഈ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിനെ ബേസ് ചെയ്താണ്. മെൻഡലീവ് പുതിയ പീരിയോഡിക് ടേബിൾ നമുക്കറിയാം, എന്നാൽ പോലും മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിനെ ബേസ് ചെയ്താണ് നമ്മൾ വാലൻസി പറയുന്നത്. ഓക്കെ, വാലൻസി പറയും. മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിനെ ബേസ് ചെയ്താണ് വാലൻസി പറയുന്നത്. വാലൻസി ഒന്നാമത് വാലൻസി വിത്ത് റെസ്പെക്ട് ടു ഓക്സിജൻ ഉണ്ട്, വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രോജൻ ഉണ്ട്. വാലൻസി വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രജൻ. നമുക്ക് ആദ്യം ഹൈഡ്രജൻ നോക്കാം. ഒരു പീരീഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ D ബ്ലോക്കിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് കേട്ടോ. കാരണം D ബ്ലോക്കിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, അതിന് പ്രോപ്പർട്ടീസ് എല്ലാം വേരിയബിളാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓക്സൈഡ് തന്നെ ധാരാളം ഉണ്ടാക്കുന്നുണ്ട്, ഹൈഡ്രൈഡ് പലതും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ D ബ്ലോക്കിനെ ഇട്ടിട്ട് ബാക്കിയുള്ളവരെ മാത്രം നോക്കുകയാണ്. 1, 2 ഗ്രൂപ്പ് കഴിഞ്ഞ് പിന്നെ 13 തൊട്ട് നോക്കുകയാണ്. അപ്പം വാലൻസി വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രജൻ ആണ് ഒരു പീരീഡിൽ എലോങ് എ പീരീഡ് വാലൻസി വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രജൻ ആണെങ്കിൽ ഇപ്പോൾ സോഡിയം ഹൈഡ്രൈഡ്, മഗ്നീഷ്യം ഹൈഡ്രൈഡ്, അലൂമിനിയം ഹൈഡ്രൈഡ്, ദെൻ കാർബൺ അല്ല, അവിടെ വരുന്നത് സിലിക്കൺ ഹൈഡ്രൈഡ്. പിന്നെ അത് കഴിഞ്ഞ് ഫോസ്ഫറസ് ഹൈഡ്രൈഡ്, സൾഫർ ഹൈഡ്രൈഡ്, ക്ലോറിൻ ഹൈഡ്രൈഡ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 13, 14 എത്തിയപ്പോൾ അത്രയും വരെ കൂടി ഇൻക്രീസിങ് വിത്ത് വാലൻസി ഓഫ് എലമെൻറ്റ്സ് ഇൻക്രീസിങ്. പക്ഷേ പിന്നീട് വാലൻസി ഓഫ് ദ എലമെൻറ്റ് ഡിക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രജൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഗ്രൂപ്പ് 14 മാക്സിമം വാലൻസി വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രജൻ. ഇനി ഡൗൺ ദ ഗ്രൂപ്പിലാണെങ്കിൽ വാലൻസി റിമൈൻ സെയിം. കാരണം ഒരു ഗ്രൂപ്പിൽ എടുക്കുകയാണെങ്കിൽ സെയിം വാലൻസ് ഇലക്ട്രോണാണ്. ഇവിടെയാണെങ്കിൽ ഒരു പീരീഡിൽ നോക്കുമ്പോൾ ഡിഫറൻറ്റ് വാലൻസ് ഇലക്ട്രോണാണ്, പക്ഷെ ഒരു ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ സെയിം വാലൻസ് ഇലക്ട്രോൺ. ഇനി വാലൻസി വിത്ത് റെസ്പെക്ട് ടു ഓക്സിജൻ. വാലൻസി വിത്ത് റെസ്പെക്ട് ടു ഓക്സിജൻ അപ്പോൾ നമുക്ക് അതേ ഗ്രൂപ്പ് തന്നെ എടുക്കാം. സോഡിയം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, അതേ പീരീഡ് തന്നെ എടുക്കാം. സോഡിയം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ്, ദെൻ സിലിക്കൺ ഓക്സൈഡ്, ദെൻ ഫോസ്ഫറസ് ഓക്സൈഡ്, ദെൻ സൾഫർ ഓക്സൈഡ്, ദെൻ ക്ലോറിൻ ഓക്സൈഡ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇത് +2, ഇത് +3, +4, +6, +7, +8, +5, +6, +7. അപ്പോൾ ഓക്സിജൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ വാലൻസി ഇൻക്രീസ് ചെയ്യുക. ഇടയ്ക്ക് നമ്മുടെ ഹൈഡ്രജനെ പോലെ സിലിക്കൺ വരെ ഗ്രൂപ്പ് 14 വരെ കൂടുകയും പിന്നെ കുറയുകയും ചെയ്യുകയല്ല, മുഴുവൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ വാലൻസി ഇൻക്രീസസ് വിത്ത് റെസ്പെക്ട് ടു ഓക്സിജൻ. വാലൻസി ഇൻക്രീസസ് എലോങ് എ പീരീഡ്.
ഇനി ഡൗൺ ദ ഗ്രൂപ്പിലാണെങ്കിൽ നമുക്കറിയാം റിമൈൻ ദ സെയിം, ഇലക്ട്രോനെഗറ്റിവിറ്റി അതെല്ലായിടത്തും വാലൻസി റിമൈൻസ് സെയിം. കാരണം സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം സെയിം ആണ്, അതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവരുടെ ചാപ്റ്ററിനകത്ത് നമുക്ക് പറയാവുന്നത് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഇനിയുള്ളത് ഞാൻ പറഞ്ഞു, ഓക്സിഡൈസിങ് ക്യാരക്ടർ, റെഡ്യൂസിങ് ക്യാരക്ടർ, അസിഡിക് ക്യാരക്ടർ, ബേസിക് ക്യാരക്ടർ, ഡൗൺ ദ ഗ്രൂപ്പ്, എലോങ് എ പീരീഡ് എന്നൊക്കെ പല പല യൂണിറ്റുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വീണ്ടും പഠിച്ച് നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ ഇത്രയും മതി. ഇനി ഇതിനകത്ത് ഞാൻ പറയാനുള്ളത് ഒരു സ്ലൈറ്റേഴ്സ് റൂളാണ്. ഒരു തവണ എൻട്രൻസിന് ചോദിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടാണ് സ്ലൈറ്റേഴ്സ് റൂള് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. സ്ലൈറ്റേഴ്സ് റൂൾ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ്. എഫക്റ്റീവ് ന്യൂക്ലിയർ എന്താണ്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഷീൽഡിങ് എഫക്റ്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ വാലൻഷ്യൽ ഇലക്ട്രോൺ കിട്ടുന്ന മിച്ചം ന്യൂക്ലിയർ ചാർജിനെയാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്. ഇസഡ് എഫക്റ്റീവ് അത് കണ്ടുപിടിക്കാനായിട്ടുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇസഡ് എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു ഇസഡ് ആക്ച്വൽ മൈനസ് സിഗ്മ. ഇസഡ് എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു ഇസഡ് ആക്ച്വൽ. അതായത് ഇസഡ് ആക്ച്വൽ മീൻസ് യഥാർത്ഥ ന്യൂക്ലിയർ ചാർജ്, അത് എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും പ്രോട്ടോണിൻ്റെ എണ്ണം. സിഗ്മ എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് കോൺസ്റ്റൻ്റ് എന്നാണ് വിളിക്കുന്നത്. സ്ക്രീനിങ് കോൺസ്റ്റൻറ്റ് അല്ലെ ഷീൽഡിങ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇസഡ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ വാലൻഷ്യൽ കിട്ടുന്ന ന്യൂക്ലിയർ ചാർജ്, അത്രയേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അതായത് സിഗ്മ ഈസ് ഈക്വൽ ടു 0.35 ഇൻറ്റു നമ്പർ ഓഫ് റിമൈനിങ് വാലൻസ് ഇലക്ട്രോൺസ് പ്ലസ് 0.85 ഇൻറ്റു നമ്പർ ഓഫ് n-1 ഷെൽ ഇലക്ട്രോൺ plus 1.0 or 1 into number of inner electrons. അതായത് ഇപ്പം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയല്ലേ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം 1s ദെൻ 2s 2p അവന്മാർ ഒരുമിച്ചിടുക, 3s 3p 3d ഒരുമിച്ചിടുക, 4s d സെപ്പറേറ്റ് ആയിട്ട് ഇടണേ, ഡി എഫ് ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട്, എസും പി ഒരുമിച്ചിടുക, 3d സെപ്പറേറ്റ്, ദെൻ 4s 4p ഒരുമിച്ച്, പിന്നെ 4d വേറെ, ദെൻ 4f വേറെ. ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത്. അല്ല, നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വേണം എഴുതിക്കും, പക്ഷേ നമുക്ക് ഇതുപോലെ കൺസിഡർ ചെയ്യണം. എഫും ഡിയും സെപ്പറേറ്റ്, എസും പിയും ഒരുമിച്ച് എഴുതാവും. ഇങ്ങനെ ഒരു ഓവൽ ബ്രാക്കറ്റിനകത്ത് ഇട്ട് അങ്ങ് എഴുതിയാൽ മതി. ഇനി എന്താണ് ഇതുണ്ടോ, അതായത് ഇപ്പം നമ്മളൊരു വാലൻഷ്യലിൽ ഒരു ഇലക്ട്രോണിൻ്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കണ്ടുപിടിക്കുക. അപ്പോൾ വാലൻഷ്യലിലെ മറ്റ് ഇലക്ട്രോൺ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, അവന്മാർ ഒരു കോൺട്രിബ്യൂഷൻ തരുന്നുണ്ട്. അവന്മാർ ഏതാണ്ട് ഒരു 35% കോൺട്രിബ്യൂഷനാണ് തരുന്നത്, വളരെ കുറച്ച് കോൺട്രിബ്യൂഷനേ തരുന്നുള്ളൂ. ഇനി പ്ലസ് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജിലുള്ള ഇലക്ട്രോൺ ഏതാണ്ട് ഒരു 85% കോൺട്രിബ്യൂഷൻ തരുന്നുണ്ട്. അതുകൊണ്ട് 0.85 ഇൻറ്റു നമ്പർ ഓഫ് n-1 ഇലക്ട്രോൺ. ദെൻ അതിന് പുറകോട്ടുള്ളവരെ എല്ലാം ഇന്നർ ഇലക്ട്രോൺ ആയിട്ട് കൺസിഡർ ചെയ്യണം. അത് 1 ആയിട്ട് 100% കോൺട്രിബ്യൂഷൻ തരുന്നുണ്ട്. ഇനി ഡിയുടെ എഫിൻ്റെ കേസിലാണെങ്കിൽ ഒരൊറ്റ വ്യത്യാസവും, ഡിയുടെ എഫിൻ്റെ കേസിലാണ് എങ്കിൽ ഒരൊറ്റ വ്യത്യാസമുള്ളൂ. അതായത് ഈ ഡി ഇലക്ട്രോണിൻ്റെ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇപ്പോൾ D10 ആണെന്ന് വിചാരിക്കുക, അപ്പോൾ 1 ഒരെണ്ണം കണ്ടുപിടിക്കുക, അപ്പോൾ ബാക്കിയുള്ളവർ 9 എണ്ണം ഉണ്ട്. അപ്പം 9 ഇൻറ്റു 0.35, അത് ഡി ഏത് വേണമെങ്കിലും ആയിക്കട്ടെ 0.35. പിന്നെ ബാക്കി പുറകോട്ടുള്ളവർക്കെല്ലാം 1 ഇങ്ങനൊരു ഇതല്ല, ഇങ്ങനെയൊരു കാൽക്കുലേഷൻ അല്ല. അപ്പോൾ നമുക്കൊരെണ്ണം ചെയ്ത് നോക്കാം, എന്നാലേ മനസ്സിലാവൂ. ഇപ്പോൾ സിങ്ക് അറ്റോമിക് നമ്പർ 30 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ എഴുതാം. 1s2 2s2 2p6 3s2 3p6 3d10 4s2. ഇതാണ് സിങ്കിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, സിങ്കിനെ അവൻ്റെ 4s ഇലക്ട്രോൺ കിട്ടുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, അപ്പം സിഗ്മ 4s ഇലക്ട്രോണിന് കിട്ടുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കണ്ടുപിടിക്കാൻ പോവുക. 4s. അപ്പോൾ 4sനകത്ത് 2 ഇലക്ട്രോൺ ഉണ്ട്, അതിലൊപ്പം 1 ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഒരെണ്ണത്തിന് നമ്മൾ കണ്ടുപിടിക്കുന്ന, അപ്പോൾ അവനെ വിട്ടേക്കാം. പിന്നെ 2 ഇലക്ട്രോണിൽ ഒരെണ്ണം ഉണ്ടല്ലോ, അപ്പം വാലൻഷ്യലിൽ 0.35 ഇൻറ്റു 1
എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇനിയിപ്പം 4s1 കോപ്പറാണ്, 4s1 വന്നെങ്കിൽ അവിടുന്ന് വേറെ ഇലക്ട്രോണൊന്നുമില്ല, 0. ഇനി സെക്കൻഡ് ലാസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇൻറ്റു 8.85, അപ്പം പ്ലസ് 18 ഇലക്ട്രോൺ ഉണ്ട്, 18 ഇൻറ്റു 0.85 പ്ലസ് ബാക്കി അകത്തേക്കുള്ളതെല്ലാം 1, അതായത് 6 2 8 2 10. ഇത് കൂട്ടുമ്പോഴേക്കും, അതായത് ഇതെല്ലാം കൂടെ ചെയ്ത് വരുമ്പോഴേക്കും എനിക്ക് കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25.65 ആണ്. 25.65 യൂണിറ്റ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇസഡ് എഫക്റ്റീവ് എന്ന് പറയുന്നത് എത്രയാ? നമ്മുടെ ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ 30 സിങ്കിൻ്റെ. അപ്പോൾ 30 മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺ മൈനസ് 25.65 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4.35 എന്ന് വരും. കണ്ടോ? 4.35. അതായത് സിങ്കിൻ്റെ ന്യൂക്ലിയസിനകത്തെ ചാർജ് 30 പക്ഷേ ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ കിട്ടുന്നത് 4.35 ആണ്. ഒരെണ്ണം കൂടി നമ്മുടെ ഡി ഓർബിറ്റലിൻ്റെ കേസിൽ, 3D ഓർബിറ്റലിൻ്റെ കേസിൽ, ഇപ്പോൾ 4s അവിടെ ഇരുന്നോട്ടെ. അപ്പം വലതുവശത്തേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യം. ഇപ്പം ഞാൻ 3D10 എടുക്കാമെന്ന് വിചാരിച്ചു, അതിൻ്റെ വലതുവശത്തേക്ക് 4sനെ നോക്കേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ടുള്ള. കാരണം അവർ ഷീൽഡ് ചെയ്യുന്നില്ല, പുറകോട്ടുള്ളവരെ ഷീൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 3D എടുത്തു, 3D10 ഉണ്ട്. അങ്ങനെയാണ് അതിനകത്ത് ഒരെണ്ണത്തിന് കിട്ടുന്ന ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.35 ഇൻറ്റു 9. കാരണം ഒരെണ്ണം ഞാൻ എടുത്തു, ഒരെണ്ണത്തിനെ കണ്ടു, ബാക്കിയുള്ള ഇങ്ങോട്ടുള്ളത് മുഴുവൻ 1. അപ്പം 2 2 10 18 ഇൻറ്റു 1 എന്ന് വരും. 18 ഇൻറ്റു 1, അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 21.15 ആണ്. എന്ന് പറഞ്ഞാൽ ഇസഡ് എഫക്റ്റീവ് ഓഫ് അവന് കിട്ടുന്നത് 3D ഇലക്ട്രോണിന് കിട്ടുന്നത് 30-ൽ നിന്ന് 21.15 പോയിട്ടുണ്ടെങ്കിൽ 8.85 അല്ലേ? 8.85 ആണ് അവന് കിട്ടുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. സ്ലൈറ്റേഴ്സ് റൂള്. അപ്പോൾ ഇതും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിനെ പറ്റി പറയാനുള്ള പ്രധാനപ്പെട്ട ഐഡിയാസ് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നുള്ള മാർക്ക് 100% ഷുവറാണ്, തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം.